എല്ലാവർക്കും നമസ്കാരം. ഡിജിപേ ലൈറ്റിന്റെ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിജിപേ ലൈറ്റിലെ മണി ട്രാൻസ്ഫർ പ്രോസസ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വിവരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കുറച്ച് നാളായിട്ട് നമ്മുടെ ഡിജിപേ ലൈറ്റ് മാത്രമല്ല എല്ലാ പ്ലാറ്റ്ഫോമുകളിലും NPCയുടെ ഇൻസ്ട്രക്ഷൻ വന്നതിന് ശേഷം പണം അയക്കാൻ വരുന്ന ആളുടെ കസ്റ്റമറുടെ ആധാർ ഡോക്യുമെന്റ് രേഖപ്പെടുത്തുന്ന നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിൽ ഇനീഷ്യലി നമ്മൾ ചെയ്തിരുന്നത് കസ്റ്റമറിന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടും പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടും അതുകൂടാതെ അവരുടെ ആധാർ OTP വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് ഒരു ടെക്നോളജി കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാ പ്ലാറ്റ്ഫോമുകളിലെ പോലെ തന്നെ നമുക്ക് ഇനി മുതൽ കസ്റ്റമറിന്റെ ആധാർ KYC അവരുടെ വിരൽ വെച്ചുകൊണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കും. തുടർന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. ഈ ഒരു സർവീസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മുടെ ഡിജിപേ ലൈറ്റിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മളുടെ ഈ പോർട്ടലിൽ ഫസ്റ്റ് മാത്രമാണ് ഒരു ദിവസത്തിൽ ആദ്യത്തെ ലോഗിന് പിന്നെ ഫിംഗർ പ്രിന്റ് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റർമാർക്ക് VLEയുടെ സാന്നിധ്യത്തിലും ലോഗിൻ ചെയ്യാനായിട്ട് OTP വെച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ സർവീസസിൽ മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മുടെ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ അടിക്കുകയാണ് ആദ്യത്തെ നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെയും ആഡ് ചെയ്യാത്ത ഒരു കസ്റ്റമറെയാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെയും ആഡ് ചെയ്യാത്ത ഒരു കസ്റ്റമർ വെക്കുമ്പോൾ കസ്റ്റമർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിക്കും. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നെക്സ്റ്റ് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ടെക്നോളജിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അടുത്തായിട്ട് വെരിഫിക്കേഷൻ ആണ്. ഇവിടെ മുൻപ് നമുക്ക് ചെയ്തിരുന്നത് OVD അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ ആധാർ OTP വെരിഫൈ ചെയ്യാൻ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ഈ പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യം വെരിഫിക്കേഷൻ ടൈപ്പിൽ ആധാർ ബയോ ഒതന്റിക്കേഷൻ കൊടുക്കുന്നു. അതിൽ ആധാർ കാർഡ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. പിന്നെ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആധാർ നമ്പർ അടിച്ചതിന് ശേഷം അവരുടെ പേര് എൻട്രി ആണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മുടെ കസ്റ്റമറുടെ വിരൽ വെക്കേണ്ട ഒരു സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പേരും കൂടെ എൻട്രി ചെയ്യാനായിട്ട് പോവുകയാണ്. പേര് എൻട്രി ചെയ്തതിനു ശേഷം ഇനി കണക്ട് ഡിവൈസ് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഡിവൈസ് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഡിവൈസ് കണക്റ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അതിനുശേഷം കസ്റ്റമറുടെ വിരൽ വെക്കണം. നമ്മൾ ആദ്യം ഡിവൈസ് കണക്ട് ആണോ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ വിരൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കസ്റ്റമറുടെ വിരല് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. ക്യാപ്ചർ ചെയ്തതിനു ശേഷം നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മളുടെ കഴിഞ്ഞു. ഇതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് അവരുടെ മൊബൈലിലോട്ട് ഒരു OTP പോകും. ആ OTP എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ OTP ഇനി എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോ OTP വരുന്നത് ഡിജിപേ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇതായിരിക്കില്ല. ഒരു പക്ഷേ NSDL ബാങ്കിന്റെ പേയ്മെന്റ് ബാങ്കിന്റെ ആയിരിക്കും മെസ്സേജ് വരാം. നമ്മളിത് ചെയ്തതിനു ശേഷം എൻ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മളുടെ നെക്സ്റ്റ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ്. ഇതുകൂടി ഈ വെരിഫിക്കേഷൻ കഴിയുന്നതോടുകൂടി നമ്മളുടെ കസ്റ്റമർ ആഡിങ് ചെയ്യുന്നതിനുള്ള പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആവും. തുടർന്ന് നമ്മൾ കസ്റ്റമറിന്റെ പൈസ അയക്കാനായിട്ട് തോന്നി. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന പോലെ നമ്മുടെ കസ്റ്റമറിന്റെ ബെനിഫിഷ്യറിനെ ആഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ആഡ് മനി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ വെരിഫൈ മനി കൊടുത്ത് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്തതിനു ശേഷം പേയ്മെന്റിലോട്ട് നമുക്ക് കടക്കാം. നമ്മൾ ബെനിഫിഷ്യറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓക്കെ കൊടുത്തിട്ട് ഇനി അടുത്തതായി നമ്മളൊരു 100 രൂപ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ IMPS പേയ്മെന്റ് IMPS ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ പുതിയ റെസ്ട്രിക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് 5000ന്റെ സ്ലാബിൽ 25,000 ആണ് നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ 5000ത്തിന് OTP നമുക്ക് നിലവിൽ ആവശ്യമുണ്ട്. അതിന്റെ അപ്ഡേഷൻസ് ഉടനെ വരുന്നതായിരിക്കും. നമ്മൾ പേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വാലറ്റിൽ 371.76 ആണുള്ളത്. നമ്മൾ 12 രൂപ കാണിക്കും. കൺഫേം കൊടുത്തിട്ട് മുന്നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു OTP കൂടി കസ്റ്റമർക്ക് പോകുന്നതായിരിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കസ്റ്റമർ ലാസ്റ്റ് OTP, അതായത് മണി ട്രാൻസാക്ഷൻ ലാസ്റ്റ് OTP നമുക്ക് CSSPVD ആണ് വരിക. അപ്പൊ അത് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ അത് കംപ്ലീറ്റ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മുടെ 100 രൂപ നമ്മൾ പൈസ കസ്റ്റമറുടെ ബെനിഫിഷ്യറിക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്തത് 100 രൂപ ട്രാൻസാക്ഷൻ ആയിരുന്നു. അതിന് സർവീസ് 12 രൂപയാണ്. അപ്പൊ ഇതിന്റെ കമ്മീഷനും മറ്റും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ തന്നെ റെസിപ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റെസിപ്റ്റ് നമുക്ക് കസ്റ്റമർ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആയിട്ട് സാധിക്കും. നമ്മൾ ഇതിനകത്ത് ഈ കമ്മീഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളിതിന്റെ ട്രാൻസാക്ഷൻ റിപ്പോർട്ടിൽ വാലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാലറ്റ് റിപ്പോർട്ട്സിൽ വാലറ്റ് 1 ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഡേറ്റ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതിയാവും. ഇതിൽ നമ്മളുടെ വാലറ്റിലെ ഡേറ്റ് സെലക്ട് ചെയ്യാം.
ഫ്രം ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് ഇതിൽ നമ്മൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ പ്രീവിയസ് ബാലൻസ് എത്രയാന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഡക്റ്റഡ് എമൗണ്ട് എത്രയാന്നുള്ളതും ഇതിനകത്ത് വ്യക്തമായിട്ട് ഉണ്ടായിരിക്കും നമ്മുടെ അടുത്ത്. നമ്മളിതിൽ 371 രൂപ ഉള്ളപ്പോഴാണ് 112 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. അതിൽ ബാക്കി 259 രൂപ അതിൽ നമുക്ക് കമ്മീഷൻ 100 വരെ കമ്മീഷൻ 4 രൂപ 12 പൈസ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ ടോട്ടൽ നമുക്ക് 263 പൈസ നമ്മുടെ അടുത്തുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, ഇതിലെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമറിനെ നമ്മൾ വിരൽ വെച്ചിട്ട് ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യുന്നതിന് നമ്മൾ 1 ടൈം ചാർജ് നമ്മൾ ഇതിന് ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി 10+ GST ആണ് നമുക്ക് 1 ടൈം ചാർജ് ആയിട്ട് കസ്റ്റമറിൽ നിന്ന് ഡിഡക്ട് ആവാം. അത് ഉടനെ തന്നെ ഒരു 1-2 വീക്സിനുള്ളിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡിഡക്ട് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതും കൂടെ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് സർവീസുകൾ മനസ്സിലായിട്ടാണ് വിശ്വസിക്കുന്നു. ഇതിൽ സർവീസുകൾ ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സപ്പോർട്ടിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ CSC കേരള വിളിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു.